അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാറിൽ സെൽഫ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് ബട്ടൺ അമർത്തുന്ന സമയത്ത് എഞ്ചിനുള്ളിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വളരെ ലളിതമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളൂ, നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളുണ്ട്, നമ്മൾ വണ്ടി കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇന്ന സാധനം പോയി, ഇത് പോയി, ഇതെല്ലാം മാറിയില്ലേ പറ്റൂ, അത് മാറിയില്ലെങ്കിൽ എഞ്ചിൻ പോലെ വണ്ടി നശിക്കും, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ച് നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയും ഓക്കെ അത് ചെയ്യാൻ പറയും. അപ്പോൾ അവർ ഒരു വലിയ ബില്ലിട്ട് തന്ന് നമ്മളെ പടമാക്കി തരും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിംറ്റംസ്, ഈ സൗണ്ട് അതിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇന്ന കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അത് മാത്രം ചെന്ന് പറഞ്ഞിട്ട് അത് അത്ര ശരിയാക്കിയാൽ നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ നേരത്ത് പുഷ് ബട്ടൺ അമർത്തുന്ന സമയത്ത് എഞ്ചിൻ ഒരു പ്രാവശ്യം സ്റ്റാർട്ടറിന്റെ സഹായത്തോടുകൂടി കറങ്ങുമല്ലോ. ആ കറങ്ങുന്ന സമയത്ത് അവിടെ ഒരു 4 സ്ട്രോക്കുകൾ സംഭവിക്കുന്നുണ്ട്. അതായത് പിസ്റ്റൺ താഴോട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു 4 സ്ട്രോക്ക് നടക്കുന്നുണ്ട്. ആ സ്ട്രോക്കാണ് വണ്ടിയെ സ്റ്റാർട്ട് ആക്കുന്നത്. ഓക്കെ, ആ സ്ട്രോക്ക് ഇങ്ങനെയാണ്: ഇൻടേക്ക്, കംപ്രഷൻ, പവർ ആൻഡ് എക്സോസ്റ്റ്. ഇതാണ് ഇൻടേക്ക്, അതായത് സക്ഷൻ, അകത്തേക്ക് എടുക്കുക. പുറത്തുള്ള ആ എയറിനെ നമ്മൾ എഞ്ചിൻ അകത്തേക്ക് എടുക്കുന്നു. എടുക്കുന്ന സമയത്ത് പിസ്റ്റൺ താഴേക്ക് പോകുന്നു, ആ പവറിലാണ് അകത്തേക്ക് വരുന്നത്. ഇത് കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ തിരിച്ച് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് അകത്തേക്ക് വലിച്ച എയറിനെ ഇങ്ങനെ പുഷ് ചെയ്ത് നേരെ ടോപ്പിൽ കൊണ്ടുപോകും. പുഷ് ചെയ്ത് കൊണ്ടുപോകും, അത്രയും കംപ്രഷൻ ആവും. കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. മൂന്നാമത് പവർ. കംപ്രസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന എയറിലേക്ക് ഇഞ്ചക്ടർ മുഖേന പെട്രോൾ സ്പ്രെഡ് ചെയ്തിട്ട് സെയിം ടൈമിൽ തന്നെ സ്പാർക്ക് പ്ലഗിന്റെ സഹായത്തോടുകൂടി സ്പാർക്ക് കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. ആ സ്ഫോടനത്തിൽ ഉണ്ടാകുന്ന ഒരു പവറുണ്ട്. ആ പവറിൽ പിസ്റ്റൺ താഴേക്ക് പോകും. അടുത്തത് എക്സോസ്റ്റ്. ഉണ്ടായ ഈ പുകപ്പൊടി പടലങ്ങളെ പിസ്റ്റൺ മുകളിലേക്ക് പോയിട്ട് പുഷ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. 4 സിലിണ്ടറുള്ള എഞ്ചിനിൽ ഒരു സിലിണ്ടറിലെ വർക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാക്കിയുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ, അതുപോലെ ഈ കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാം, പിന്നെ അതുപോലെ തന്നെ ഈ കംപ്ലൈൻറ്റുകൾ വന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.